ഞാൻ നടപടിയെടുക്കാം. നിങ്ങളൊരു പാഠം പഠിപ്പിക്കുക. എപ്പൊന്നറിയോ? ഞങ്ങൾ അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വന്നാൽ എന്റെ മോനെ, ഏത് പ്രാവശ്യമാണ് കോൺഗ്രസ് ഇന്ത്യയിൽ അധികാരത്തിൽ എന്തെങ്കിലും വരുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. UP-യിലൊക്കെ ആകെ 8% താഴെയാണ്. ഗുജറാത്തിൽ ഒരു 2%, 3% വോട്ടേ ഉള്ളൂ. ഉത്തരേന്ത്യയിൽ ആകെ 10% കുറവാണ് നിങ്ങളുടെ വോട്ട്. നിങ്ങൾക്ക് എങ്ങനെ അധികാരത്തിൽ വരാൻ പറ്റും? എന്നിട്ട് പറയാണ് ഞങ്ങൾ അധികാരത്തിൽ വേറെ വലിയ രസം അറിയോ? സോറി, വേറെ വലിയ രസം, അതായത് കോൺഗ്രസ് ജയിക്കാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? കോൺഗ്രസ് അടുത്ത പാർലമെന്റ് ഇലക്ഷനിൽ ജയിക്കാന്ന് പറയുമ്പോ അപ്പം വോട്ട് ചോരി ഉണ്ടാവില്ല, ഒപ്പം വോട്ട് കൊള്ളുണ്ടാവില്ല. അതായത് ഞങ്ങൾ ജയിച്ചാൽ വോട്ട് കൊള്ളം ചെയ്യാം, BJP ജയിച്ചാൽ അത് വോട്ട് കൊള്ളാം. അപ്പൊ ഈ മണ്ടം പറയുന്നത് എന്താ വെച്ചാൽ, അടുത്ത പ്രാവശ്യം ഞങ്ങൾ ജയിക്കുകയാണെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ നടപടി എടുക്കുന്നത്. അടുത്ത പ്രാവശ്യം ഇവർ ജയിക്കാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇവര് തന്നെ പറയാണ് അടുത്ത പ്രാവശ്യം ഞങ്ങൾ ജയിക്കാന്ന് പറഞ്ഞാൽ അപ്പം വോട്ടുകൾ ഉണ്ടാവില്ല. വോട്ടുകൾ ഉണ്ടെങ്കിൽ ജയിക്കുന്നത് BJP ആയിരിക്കും. അപ്പൊ ഞങ്ങൾ ജയിക്കുമ്പോ വോട്ടുകൾ ഉണ്ടാവില്ല എന്ന് ഇവര് തന്നെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നത് ഈ ഇലക്ഷൻ കമ്മീഷന്റെ നടപടി എടുക്കുന്നത് ഞാൻ പറയുന്നില്ല, നിങ്ങൾ നടപടി എടുക്കുമല്ലോ. ഇംപീച്ച്മെന്റ് ചെയ്യാൻ പോകണം അത്ര, വേറൊന്ന്. അത് ഇന്നത്തെ വാർത്തയായിരുന്നു. ഇലക്ഷൻ കമ്മീഷൻ ഇംപീച്ച് ചെയ്യുന്നു. ഇലക്ഷൻ കമ്മീഷൻ എങ്ങനെയാണോ നിങ്ങൾക്ക് ഇംപീച്ച് ചെയ്യാൻ പറ്റുക? ഇതൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുക. എന്താ ചെയ്യുക? അപ്പൊ